മലങ്കര സഭാ ചരിത്രത്തിലെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന 19ാം നൂറ്റാണ്ടിൽ നടന്ന അതിനിർണായകമായ ഒരു സമ്മേളനമാണ് 1876 മുളന്തുരുത്തി സുന്നഹദോസ്. മലങ്കര സഭാ ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുവാൻ പര്യാപ്തമായിരുന്ന സമ്മേളനമാണ് മുളന്തുരുത്തി സുന്നഹദോസ്. അന്ന് ഇവിടെ ആഗതനായ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് ബാവ വിളിച്ചുകൂട്ടിയ മലങ്കര സഭയിലെ പള്ളി പ്രതിപുരുഷ യോഗമാണ് മുളന്തുരുത്തി സുന്നഹദോസ്. അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത ആ യോഗത്തിൽ സന്നിഹിതനായിരുന്നു. അതിൽ പ്രധാനമായ റോള് തന്നെ അദ്ദേഹം വഹിച്ചു പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയോടൊപ്പം. അതുപോലെ തന്നെ പരിശുദ്ധ പരിമല തിരുമേനി തുടങ്ങിയ അക്കാലത്തുണ്ടായിരുന്ന മുറിമറ്റത്തിൽ ഇവാനിയോസ് തുടങ്ങിയ പിതാക്കന്മാരൊക്കെ, അവരൊക്കെ വൈദികരോ റമ്പാന്മാരോ ഒക്കെ ആയിരുന്നു. ആ പിതാക്കന്മാരുമൊക്കെ ആ സുന്നഹദോസിൽ സംബന്ധിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായ പല തീരുമാനങ്ങളും മുളന്തുരുത്തി സുന്നഹദോസ് മലങ്കര സഭയുടെ വിശ്വാസപരമായും മലങ്കര സഭയുടെ ഭരണപരമായും ഒക്കെയുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ മലങ്കര സഭയുടെ ഗതിയെ നിയന്ത്രിക്കത്തക്കവണ്ണമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ മുളന്തുരുത്തി സുന്നഹദോസിന് സാധിച്ചിട്ടുണ്ട്. ആ മുളന്തുരുത്തി സുന്നഹദോസിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1876 ജൂൺ മാസം 28 മുതൽ 30 വരെയാണ് മുളന്തുരുത്തി സുന്നഹദോസ് നടക്കുന്നത്. ആ മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. സുന്നഹദോസ് വിളിച്ചുകൂട്ടിയതിനെ സംബന്ധിച്ചും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ നടത്തിയതായ അധ്യക്ഷ പ്രസംഗത്തെ സംബന്ധിച്ചും ഒക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത്, അതായത് 1965 മനോരമ പബ്ലിഷിംഗ് ഹൗസിൽ നിന്ന് മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ കാനൂനുകൾ വ്യാഖ്യാനം ചരിത്രം എന്ന പേരിൽ ഇസഡം പാറയിട്ട് ക്രോഡീകരിച്ച ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. സുന്നഹദോസിൻ്റെ രേഖകൾ പലതും സുന്നഹദോസിൻ്റെ നടപടികളുമൊക്കെ വിവിധ കോടതികളിൽ പരാമർശന വിധേയമായിട്ടുണ്ട്. സുന്നഹദോസിൻ്റെ നടപടിക്രമം എന്തായിരുന്നെന്നോ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടിരുന്നോ അതിൻ്റെയൊക്കെ ലഭ്യമായ പല രേഖകളും ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല. എന്നാലും അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഈ പുസ്തകമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് രേഖകളെക്കുറിച്ച് അറിയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം 1879 ആരംഭിച്ച സെമിനാരി കേസിൻ്റെ റോയൽ കോടതി വിധിയിൽ പര്യവസാനിച്ച സെമിനാരി കേസിൽ ഹാജരാക്കിയ രേഖകളും അന്ന് നൽകിയതായ മൊഴികളുമാണ്. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത വാദിയായും നവീകരണ വിഭാഗത്തിൻ്റെ മാർത്തോമ സഭയുടെ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്ത പ്രതിയുമായി 1879 ആരംഭിച്ചതാണ് സെമിനാരി കേസ്. 72 സാക്ഷികളെ വാദിഭാഗത്തു നിന്നും 103 സാക്ഷികളെ പ്രതിസ്ഥാനത്ത് നിന്നും ആ കേസിൽ വിസ്തരിച്ചിട്ടുണ്ട്. അതിൽ വാദിഭാഗം 63ാം സാക്ഷിയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. അന്ന് അദ്ദേഹത്തിന് 36 വയസ്സുണ്ട്. അദ്ദേഹം സുന്നഹദോസിൻ്റെ നടപടികളെക്കുറിച്ചും അവിടെ സ്വീകരിച്ച കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്ന കാര്യങ്ങളെ കോടതിയിൽ ചോദിച്ചതിനെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായി മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാദിഭാഗം 27ാം സാക്ഷിയായി ഹാജരാക്കപ്പെട്ടത് മാക്കാങ്കുന്ന് പള്ളിയിൽ, പത്തനംതിട്ട മാക്കാങ്കുന്ന് പള്ളിയിലെ തെങ്ങുംതറയിൽ കൊച്ചിട്ടി ഗീവർഗീസ് കോർപ്പിസ്കോപ്പായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 40 വയസ്സുണ്ട്. അദ്ദേഹം പറയുന്നത് സുന്നഹദോസ് നടന്നത് മുളന്തുരുത്തി പള്ളിയുടെ വടക്കുവശത്ത് പണിത ഒരു പന്തലിൽ വെച്ചായിരുന്നു എന്ന് അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് വാദിഭാഗം 32ാം സാക്ഷിയായി ഹാജരായ പുത്തങ്കാവ് അങ്ങാടിയിൽ മാമൂട്ടിൽ കുഞ്ഞേന ഈപ്പൻ, അന്ന് 53 വയസ്സുണ്ട്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴി സുറിയാനി സഭയിൽ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുന്നതിനും മേലിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിനും അതിലേക്ക് ആവശ്യമായ സംഖ്യ ഉണ്ടാക്കുന്നതിനുമാണ് മുളന്തുരുത്തിയിൽ കമ്മിറ്റി കൂടിയത്. 100ഓളം പള്ളികളിൽ നിന്നുള്ള ആളുകൾ മുളന്തുരുത്തി സുന്നഹദോസിൽ സംബന്ധിച്ചിരുന്നു എന്നാണ് ഈ പുത്തങ്കാവിൽ നിന്നുള്ളതായ ഈപ്പൻ കൊടുത്തിരിക്കുന്നതായ മൊഴി. ഇങ്ങനെ മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ രേഖകൾ പലതും നമുക്ക് ലഭ്യമാണ് കോടതി വിധികളിലൂടെയൊക്കെ.
മലങ്കരയിൽ അന്ന് ഏകദേശം 180ഓളം പള്ളികളുണ്ടായിരുന്നു. അതിൽ നിന്ന് 103 പള്ളികളാണ് മുളന്തുരുത്തി സുന്നോദോസിൽ സംബന്ധിച്ചത്. ഓരോ പ്രദേശത്തു നിന്നും ഓരോ ഭദ്രാസനങ്ങളിൽ നിന്ന്, അന്ന് ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടൊന്നുമില്ല, മലങ്കര സഭയിൽ നിന്ന് ഓരോ ഭാഗത്തു നിന്നും ഹാജരായ ആളുകളുടെയൊക്കെ സംഖ്യയും അവരുടെ പേര് വിവരങ്ങളും സുന്നോദോസ് രേഖകളിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ള ഈ സുന്നോദോസിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. 19-ാം നൂറ്റാണ്ടിൽ നവീകരണം മലങ്കര സഭയിൽ ശക്തിപ്പെടുക, CMS മിഷണറിമാരുമായിട്ടും പാശ്ചാത്യ മിഷണറിമാരുമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പഴയ സെമിനാരി സ്ഥാപിക്കുന്നത് 1815. അത് കഴിഞ്ഞിട്ട് പുലിക്കോട്ട് ദിവന്നാസ്യോസും പുന്നത്ര ദിവന്നാസ്യോസും ചേപ്പാട്ട് ദിവന്നാസ്യോസും ഒക്കെ ഈ മിഷണറിമാരുമായിട്ടും പാശ്ചാത്യ നാട്ടിൽ വന്ന സായിപ്പുമാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയ്ക്ക് അനേകം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനായിട്ട്, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ജോലി, സർക്കാർ ജോലി കൈവശപ്പെടുത്തുവാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറേ അധികം നേട്ടങ്ങൾ മലങ്കര സഭയ്ക്ക് മിഷണറിമാരുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായി. എന്നാൽ മലങ്കര സഭയുടെ അന്ന് പ്രചാരത്തിൽ വന്നുകൊണ്ടിരുന്ന അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആരാധനയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമൊക്കെ മലങ്കര സഭ വ്യതിചലിക്കണം, അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം, അതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തണം എന്നുമൊക്കെ CMS മിഷണറിമാർ ആഗ്രഹിച്ചപ്പോൾ അതിനെതിരായി മലങ്കര സഭയുടെ ഒരു സുന്നോദോസ് കൂടുന്നു. അതാണ് 1836 മാവേലിക്കര സുന്നോദോസ്. ആ സുന്നോദോസിൽ വെച്ച് ചേപ്പാട്ട് ദിവന്നാസ്യോസിൻ്റെയും തോഴിയൂർ പീലക്സിനോസിൻ്റെയും അധ്യക്ഷതയിലാണ് ആ സുന്നോദോസ് കൂടുന്നത്. ആ സുന്നോദോസിൽ വെച്ച് മലങ്കര സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ചും ആചാരത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതാണ് മാവേലിക്കര പടിയോല എന്നറിയപ്പെടുന്നത്. അങ്ങനെ CMSമാരുമായിട്ടുള്ള ബന്ധം, നവീകരണ ഉപദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ മിഷണറിമാരുമായിട്ടുള്ള ബന്ധം ഈ മാവേലിക്കര സുന്നോദോസോടുകൂടി മലങ്കര സഭ ഉപേക്ഷിക്കുന്നു. എന്നാൽ നവീകരണം മലങ്കരയിൽ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. പാലക്കുന്നത്ത് എബ്രഹാം മെൽപ്പാൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, അവരെയാണ് നവീകരണക്കാരെന്ന് വിളിക്കുന്നത്. അവർക്ക് മെത്രാപ്പൊലീത്തയല്ല, ചേപ്പാട്ട് ദിവന്നാസ്യോസ് മാത്രം ഒരു മെത്രാപ്പൊലീത്തയായിട്ട് മലങ്കര സഭയിലുള്ളത്, പിന്നെ തോഴിയൂരെ മെത്രാച്ചനാണുള്ളത്. ഇങ്ങനെ ഒരു മെത്രാപ്പൊലീത്ത മാത്രമായിട്ടിരിക്കുമ്പോൾ ഈ നവീകരണത്തിന് ശക്തി ലഭിക്കുവാൻ വേണ്ടി പാലക്കുന്നത്ത് എബ്രഹാം മെൽപ്പാൻ അദ്ദേഹത്തിൻ്റെ അനന്തരവനായിരുന്ന മാത്യൂസ് ശമാശനെ പാത്രിയർക്കീസിൻ്റെ അടുക്കലേക്ക് വിടുന്നു. പാത്രിയർക്കീസ് ബാവ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായിട്ട് പട്ടം കൊടുത്ത് മലങ്കരയിലേക്ക് വിടുന്നു. മാത്യൂസ് ശമാശൻ വന്നിട്ട് മെത്രാപ്പൊലീത്ത വന്ന് മലങ്കരയിലുള്ള പള്ളികളുടെ ഒക്കെ ഭരണം അദ്ദേഹം കൈയടക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആദ്യം സാധിക്കുന്നില്ല. 1842 അത് കഴിഞ്ഞ് 1852 ആകുമ്പോൾ അദ്ദേഹത്തിന് മലങ്കര മെത്രാപ്പൊലീത്തയായി നിയമനം ലഭിച്ചുകൊണ്ട് തിരുവിതാംകൂർ സർക്കാരിൻ്റെ തിരുവെഴുത്ത് വിളംബരമുണ്ടാകും. ചേപ്പാട്ട് ദിവന്നാസ്യോസ് സ്ഥാനമൊഴിഞ്ഞ് പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസ്യോസിനെ മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് സ്വീകരിച്ചു. അപ്പോൾ നവീകരണത്തിന് ശക്തിയായി. 1853 മുതൽ 1875 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് ഭരിക്കുന്നയാളാണ് മാത്യൂസ് അത്താനാസ്യോസ്. പരിശുദ്ധ പരിമല തിരുമേനിക്ക് കരിങ്ങാച്ചിറ പള്ളിയിൽ വെച്ച് കോറൂയോ സ്ഥാനം നൽകുന്നത് മാത്യൂസ് അത്താനാസ്യോസാണ്. അനേക പള്ളികൾ കൂദാശ ചെയ്തു, പട്ടം കൊടുത്തു, ആ വക കാര്യങ്ങളൊക്കെ ചെയ്ത് മലങ്കര സഭ ഈ നവീകരണത്തിൻ്റെ കയ്യിലേക്ക് വരിക. ആ അവസരത്തിലാണ് അതിനെ എതിർക്കുന്ന വിഭാഗത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിട്ട് പുലിക്കോട്ടിൽ ജോസഫ് ബാർ ദിവന്നാസ്യോസ് പാത്രിയർക്കീസിൻ്റെ അടുക്കൽ പോയി. 1865 പാത്രിയർക്കീസ് അദ്ദേഹത്തെ മെത്രാനായിട്ട് വഹിച്ചു. അദ്ദേഹം തിരികെ വന്ന് മാത്യൂസ് അത്താനാസ്യോസിൽ നിന്ന് ഭരണമെല്ലാം കൈയടക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിന് എതിർപ്പുണ്ടായി. ബ്രിട്ടീഷുകാരുടെയും മിഷണറിമാരുടെയും തിരുവിതാംകൂർ സർക്കാരിൻ്റെയും ഒക്കെ പിന്തുണ മാത്യൂസ് അത്താനാസ്യോസിനായിരുന്നു. അപ്പോൾ മാത്യൂസ് അത്താനാസ്യോസുമായിട്ട് എതിർക്കാനായിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ മലങ്കര സഭയിലെ വലിയ വിഭാഗം ആളുകൾ ഒന്നിച്ചു നിന്നതിൻ്റെ ഫലമായിട്ട് അവർ ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായെ മലങ്കരയിലേക്ക് ക്ഷണിക്കുക. അങ്ങനെയാണ് 1875 പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ, പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയിലെത്തുന്നത്. ദിവന്നാസ്യോസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ശക്തിപ്പെടുത്തുക, നവീകരണത്തിനെതിരായി മലങ്കര സഭയെ ശക്തിപ്പെടുത്തുക, ഇതായിരുന്നു പാത്രിയർക്കീസ് ബാവായുടെ
പ്രധാനപ്പെട്ട സന്ദർശന ഉദ്ദേശമെന്ന് പറയുന്നു. അങ്ങനെ വന്ന പാത്രിയർക്കീസ് ബാവ മാത്യൂസ് തിരുവിതാംകൂർ സർക്കാരിൽ ഇടപെടുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് മാത്യൂസ് അത്താനാസ്യോസിന് ലഭിച്ചതായ തിരുവെഴുത്ത് വിളംബരം അതോടുകൂടി റദ്ദാക്കപ്പെട്ടു. മലങ്കര സഭയിലെ പള്ളികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീതിന്യായ കോടതിയിൽ പോയി പരിഹരിച്ചു കൊള്ളണം എന്നുള്ള ഉത്തരവും തിരുവിതാംകൂർ സർക്കാരിൽ നിന്നുണ്ടായി. ആ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ നേതൃത്വത്തിൽ നടന്നതായ സമ്മേളനമാണ് മുളന്തുരുത്തി സുന്നഹദോസ്. മുളന്തുരുത്തി സുന്നഹദോസ് വിളിച്ചു കൂട്ടുമ്പോഴും അതിനുമുമ്പ് മലങ്കരയിൽ ആഗതനാകുമ്പോഴും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ മനസ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മലങ്കര സഭയിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അഥവാ നമ്മൾ പറയുന്ന നോൺ കാൽസിഡോണിയൻ ചർച്ചിൻ്റെ, അതായത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസത്തിൽ മലങ്കര സഭയെ ഉറപ്പിക്കണം. പാത്രിയർക്കീസ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലങ്കര സഭയുടെ പുരാതന ചരിത്രം നോക്കുമ്പോൾ പോർട്ടുഗീസുകാർ വരുന്നതിന് മുമ്പേ പേർഷ്യയിലെ കൽദായ സഭയുമായിട്ട് മലങ്കര സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. അവർ നെസ്തോറിയൻസാണ്, അവരുടെ വേദവിപരീതമാണ് എന്നുള്ളൊരു വളരെ വ്യക്തമായ ചിന്ത പാത്രിയർക്കീസന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നെസ്തോറിയർ വന്ന് അവരുടെ വിശ്വാസത്തിൽ മലങ്കര സഭയാക്കി തീർത്തു. അതിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിക്കണം. അത് കഴിയുമ്പോഴാണ് പോർട്ടുഗീസുകാർ വരുന്നത്. പോർട്ടുഗീസുകാർ വന്ന് റോമൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മലങ്കര സഭയെ കൊണ്ടുപോകുന്നു. അവരുടെ കൂനഗുരുസത്യം ഉണ്ടായി അതിൽ നിന്ന് മാറുന്നു. അപ്പോൾ അന്ത്യോക്യൻ സഭയിലെ പിതാക്കന്മാർ ഇവിടെ വരുന്നു. എങ്കിലും പൂർണ്ണമായിട്ട് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ വിശ്വാസം ഇവിടെ അനുഷ്ഠാനങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചില്ല. 18, 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ അതിനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. എങ്കിലും അത് പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് 1800 അടുത്ത് CMS മിഷണറിമാർ വരുന്നത്. അവർ നവീകരണ വിശ്വാസത്തിലേക്ക് മലങ്കര സഭയെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ 1850 അന്നിവിടെ 1752 സക്കരള ബാവ ഒക്കെ വരുന്ന സമയത്തുണ്ടായിരുന്ന ഗീവർഗീസ് രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയിൽ ആവശ്യപ്പെടുന്നുണ്ട്, നെസ്തോറിയരും ലത്തീൻകാരും ഒക്കെ നിങ്ങളുടെ ഇടയിൽ വിതച്ചതായ വേദവിപരീതത്തെ വേരോടെ പിഴുതു കളയണം. നവീകരണക്കാരും വേദവിപരീതം കൊണ്ട് വിതച്ചിരിക്കുന്നു. ഇത് പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്തിട്ട് മലങ്കര സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കണം, നിലനിർത്തണം. ഇത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അതേപോലെ തന്നെ പാത്രിയർക്കീസ് ബാവയ്ക്ക് ആളുകൾ ഇങ്ങനെ വ്യതിചലിച്ചു പോവുക. മാത്യൂസ് അത്താനാസ്യോസ് അവിടെ ചെന്ന് പട്ടം വയ്ക്കുന്നു. അത് വേദവിപരീതത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുന്നു. നവീകരണ ഉപദേശത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഒരു മെത്രാച്ചൻ മാത്രമേ ഇവിടെയുള്ളൂ. പാത്രിയർക്കീസിന് ഈ ശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. മെത്രാപ്പൊലീത്തായുടെ ഏക നായക ശക്തി മലങ്കര സഭയ്ക്ക് ദോഷം ചെയ്യുന്നുവെന്ന് മുളന്തുരുത്തി സുന്നഹദോസിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏകനായക ശക്തിയിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിച്ചിട്ട് മലങ്കര സഭയെ പൂർണ്ണമായിട്ടും തൻ്റെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരിക. പാത്രിയർക്കീസ് പറയാതെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് മലങ്കര സഭയെ ആക്കി തീർക്കുക, വിശ്വാസം സ്ഥാപിക്കുക, ഭരണപരമായ കാര്യങ്ങളിൽ പിടിമുറുക്കുക. ഇത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ ലക്ഷ്യമായിരുന്നു. അദ്ദേഹം അതിന് വേണ്ടുന്നതായ ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. നവീകരണത്തെ എതിർക്കുന്നത് പോലെ തന്നെ സ്വന്തം അധികാരം മലങ്കര സഭയിൽ ഉറപ്പിക്കുക എന്നതും പാത്രിയർക്കീസിൻ്റെ ലക്ഷ്യമായിരുന്നു എന്ന് അക്കാലത്ത് അരങ്ങേറിയ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നവീകരണത്തെ എതിർക്കുന്ന 70% പള്ളികൾ മലങ്കര സഭയിൽ ഉണ്ടായിരുന്നു. 30-35% പള്ളികൾ നവീകരണത്തെ അനുകൂലിക്കുന്നവരായിരുന്നു. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയോടുള്ള ഒരു ബന്ധമുണ്ട്, അതായത് അതിനോടുള്ളതായ ഭക്തി. ആ ഭക്തിയും ബന്ധവും വെച്ചുകൊണ്ട് അനേക ആളുകൾ അത്തനാസ്യോസിൻ്റെ വിഭാഗത്തിൽ നിന്ന് പാത്രിയർക്കീസ് ബാവയുടെ പുലിക്കോട്ട് ദിവനാസ്യോസിൻ്റെ വിഭാഗത്തിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനായിട്ടുള്ള ഈ പാത്രിയർക്കീസുമാരുടെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് പറയുന്നുള്ള ഒരു കാര്യം, മലങ്കര സഭയിലെ 2 വിഭാഗങ്ങളായിരുന്നു അത്താനാസ്യോസിൻ്റെ നേതൃത്വത്തിലും പുലിക്കോട്ടിൽ ദിവനാസ്യോസിൻ്റെ നേതൃത്വത്തിലുമുള്ളത്. ഈ 2 വിഭാഗവും മലങ്കര സഭാ മക്കളാണ്, പാത്രിയർക്കീസ് ബാവയുടെ മക്കളാണ്, അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ആളുകളാണ്.
അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവർ തമ്മിൽ ഭിന്നതയുണ്ടായപ്പോൾ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധ പാത്രിർക്കീസ് ബാവ ചെയ്തത് അതിൽ ഒരു വിഭാഗത്തെ അനുകൂലിച്ചുകൊണ്ട് മറുവിഭാഗത്തെ പുറത്താക്കായിരുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ടല്ല പാത്രിർക്കീസ് ബാവ ശ്രമിച്ചത്. അത് പലപ്പോഴും ഈ അന്ത്യോക്യ പാത്രിർക്കീസന്മാരെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു ആരോപണം. മലങ്കര സഭയിൽ ഭിന്നതയുണ്ടാകുമ്പോൾ അതിൽ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് തൻ്റെ കൂടെ നിർത്തും, മറ്റേ വിഭാഗത്തെ വളരെ ശക്തമായി എതിർക്കും. അങ്ങനെയുള്ള ഒരു എതിർപ്പ് ഈ മുളന്തുരുത്തി സിനോദോസിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 180 പള്ളികളുള്ളതിൽ 103 പള്ളികൾ മാത്രമേ മുളന്തുരുത്തി സിനോദോസിൽ വന്ന് സംബന്ധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ, ബാക്കി സംബന്ധിക്കാതിരുന്ന 70-ലധികം പള്ളികൾ ഈ സുന്നഹദോസിനെ ചോദ്യം ചെയ്തു. സുന്നഹദോസ് വിളിച്ചു കൂട്ടാനുള്ള പാത്രിർക്കീസിന്റെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുക. അങ്ങനെയാണ് പിന്നെ 1879 സെമിനാരി കേസ് ഉത്ഭവിക്കുന്നത്. അങ്ങനെ വന്ന് ഏതായാലും സുന്നഹദോസ് വിളിച്ചുകൂട്ടി. സുന്നഹദോസ് വിളിച്ചുകൂട്ടിയപ്പോൾ പാത്രിർക്കീസ് ബാവ ചെയ്ത 2-3 കാര്യങ്ങൾ, 4-5 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും സുന്നഹദോസിന്റെ തീരുമാനങ്ങൾ നവീകരണത്തിനെതിരായി ഓർത്തഡോക്സ് അഥവാ യാക്കോബായ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് വിളിച്ചുകൂട്ടിയിരിക്കുന്നതെന്ന് വിളിച്ചുകൂട്ടുന്ന സുന്നഹദോസ് വിളിച്ചുകൂട്ടിക്കൊണ്ടുള്ള കൽപ്പനയിൽ പരിശുദ്ധ പാത്രിർക്കീസ് ബാവ വ്യക്തമാക്കുന്നുണ്ട്. അന്ത്യോക്യൻ സഭയുടെ വിശ്വാസമാണ് സ്തുതി ചൊവ്വാകപ്പെട്ട വിശ്വാസം അഥവാ സത്യവിശ്വാസം എന്ന് പാത്രിർക്കീസ് ചൂണ്ടിക്കാണിച്ചു. സത്യവിശ്വാസത്തിൽ നിന്ന് സഭാംഗങ്ങൾ വ്യതിചലിച്ചു പോകാതിരിക്കാനായി പാത്രിർക്കീസിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു സമ്മതപത്രം എഴുതി കയ്യൊപ്പ് വെച്ച് കൊടുക്കണമെന്ന് സുന്നഹദോസിൽ പാത്രിർക്കീസ് ബാവ ആവശ്യപ്പെട്ടു. അത് സുന്നഹദോസ് തീരുമാനമായി സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഇനിയും വിശ്വാസത്തിൽ നിന്ന് ഒരിടവകയും വ്യതിചലിച്ചു പോവുകയില്ല എന്ന് എഴുതുന്ന ഒരു പ്രമാണം. അതിനെക്കുറിച്ച് പറയുന്ന 4-5 തീരുമാനങ്ങൾ. അന്ത്യോക്യയുടെ സിംഹാസനത്തിങ്കലെ ചൊല്ലുവിളിക്കും സ്തുതി ചൊവ്വാകപ്പെട്ട യാക്കോബായ സുറിയാനി വിശ്വാസത്തിന് വിപരീതം ഒരിക്കലും ഉണ്ടാകാതിരിപ്പാൻ മലങ്കരയിലുള്ള എല്ലാ ഇടവകകളും പാത്രിർക്കീസിന് ഓരോ രജിസ്റ്റേർഡ് ഉടമ്പടി എഴുതി കൊടുക്കണമെന്ന് സുന്നഹദോസ് തീരുമാനിച്ചു. ആ ഉടമ്പടിയൊന്നും എഴുതി കൊടുത്തൊന്നുമില്ല. കുറച്ച് പള്ളികൾ, 10-12 പള്ളികൾ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു തീരുമാനം സുന്നഹദോസിൻ്റെതായിട്ടുണ്ട്. 2, ഓരോ ഇടവകയിലെയും വിശ്വാസികളുടെ സ്ഥിതി വിവര കണക്ക് എടുക്കണമെന്നും പ്രായപൂർത്തിയായ ആണെത്ര പെണ്ണെത്ര എന്നെല്ലാം തീരുമാനിക്കണമെന്നും പ്രായപൂർത്തിയായ പുരുഷന്മാരെല്ലാം പാത്രിർക്കീസിന് റിഷീസ കൊടുക്കണമെന്നും സുന്നഹദോസ് തീരുമാനിച്ചു. 3, യാക്കോബായ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി സഭാ നടപടികളും കാനൂനുകളും അടങ്ങുന്ന പുസ്തകങ്ങൾ എല്ലാ പള്ളികൾക്കും അച്ചടിപ്പിച്ചു കൊടുക്കണമെന്നും അതനുസരിച്ച് ഇനിയും നടന്നുകൊള്ളണമെന്നും സുന്നഹദോസ് തീരുമാനിച്ചു. 4, സുന്നഹദോസ് സമയത്തും അതിനു മുമ്പും മലങ്കരയിൽ ഒരു മെത്രാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെത്രാന്മാരുടെ ഏകനായകത്വത്തിന്റെ ശക്തി കുറയ്ക്കുവാനും ഒരു പൊതുമുതൽ ഉണ്ടാക്കുവാനും വേണ്ടി പാത്രിർക്കീസ് പേട്രനും മെത്രാപ്പൊലീത്ത പ്രസിഡന്റുമായി സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചു. ധനശേഖരണത്തിനായി കാശ് പിരിച്ച് അസോസിയേഷനിൽ അംഗങ്ങളെ ചേർക്കണമെന്നും തീരുമാനിച്ചു. എ ക്ലാസ് അംഗങ്ങൾ, ബി ക്ലാസ് അംഗങ്ങൾ, സി ക്ലാസ് അംഗങ്ങൾ, ഇങ്ങനെ 500 രൂപ കൊടുക്കുന്നവർ, 100 രൂപ കൊടുക്കുന്നവർ, 50 രൂപ കൊടുക്കുന്നവർ, ഇങ്ങനെയാണ് മലങ്കര അസോസിയേഷൻ ആദ്യമായി രൂപവൽക്കരിക്കുന്നത്. അതേപോലെ തന്നെ 5ാമത്, മലയാളത്തിൽ മേലധ്യക്ഷന്മാരുടെ ഏകനായക ശക്തിക്കെതിരായ ശക്തി ഇല്ലായ്ക നിമിത്തം സഭയ്ക്ക് ദോഷം സംഭവിച്ചിരിക്കുന്നു. കാരണം ഒരു മെത്രാച്ചനേ ഉള്ളൂ. ആ മെത്രാച്ചൻ നവീകരണത്തിലേക്ക് പോയാൽ പിന്നെ അതിനെ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. ഒരു മെത്രാച്ചൻ റീത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ തിരിഞ്ഞിരിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് മെത്രാന്മാരുടെ ഏകനായക ശക്തി സഭയ്ക്ക് ദോഷം ചെയ്യുന്നു. മെത്രാപ്പൊലീത്തായോടുകൂടെ മലങ്കര സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും പ്രവർത്തിക്കുവാനും, ഒരു തരത്തിൽ പറഞ്ഞാൽ മെത്രാപ്പൊലീത്തയെ നിയന്ത്രിക്കാൻ തന്നെ ഒരു മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാക്കണമെന്നും യോഗം നിശ്ചയിച്ചു. ഇതായിരുന്നു ഈ മുളന്തുരുത്തി സുന്നഹദോസിന്റെ ഒരു അടിസ്ഥാനപരമായി എടുത്തതായ തീരുമാനങ്ങൾ. അസോസിയേഷൻ അംഗങ്ങളുടെ, കമ്മിറ്റി അംഗങ്ങളുടെയും പേര് വിവരം പരിശുദ്ധ പിതാവ് അംഗീകരിച്ച സുന്നഹദോസ് മുമ്പാകെ വായിച്ചു. കൊല്ലം തോറും സമൂഹം കൂടി കമ്മിറ്റിക്കാരുടെ വരവ് ചെലവ് കണക്കും റിപ്പോർട്ടും വായിച്ച് കേട്ട് അംഗീകരിച്ച് ഒരു കോപ്പി പാത്രിർക്കീസ് ബാവായ്ക്ക് അയച്ചു കൊടുക്കണമെന്നും സുന്നഹദോസ് തീരുമാനിച്ചു. സുറിയാനി സമുദായത്തിന് പള്ളിവകയായും പൊതുവകയായുമുള്ള മുതലിന്റെ നടത്തിപ്പിനെ പറ്റി ചട്ടങ്ങൾ ഉണ്ടാക്കുക, ആയവ ഭേദഗതിപ്പെടുത്തുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സുന്നഹദോസിന്റെ നടപടികളെക്കുറിച്ച്, അതായത് മാനേജിംഗ് കമ്മിറ്റിയുടെയും അസോസിയേഷന്റെയും അധികാര അവകാശങ്ങളെക്കുറിച്ചൊക്കെ അതിൽ തീരുമാനമുണ്ടാക്കുന്നു. ഈ കമ്മിറ്റി മെത്രാപ്പൊലീത്തായുടെ ഏകനായക ശക്തി തകർക്കുന്നതും പാത്രിർക്കീസിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതുമായിരുന്നു.
വാസ്തവത്തിൽ പാത്രീർക്കീസിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, അത് മലങ്കര സഭ ഒരിക്കലും ഇനി വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത് എന്നുള്ളതായ ഉദ്ദേശത്തോടുകൂടിയാണ്. അതുകൊണ്ട് പരിമള തിരുമേനിയൊക്കെ അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം വരുന്ന ഈ സഭയുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പുലിക്കോട്ട് തിരുമേനിയും പരിമള തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും ഒക്കെ വളരെ കർശനമായ നിലപാടുകൾ എടുത്തത്. സുന്നഹദോസിൻ്റെ നടപടികൾ പരിശുദ്ധ പാത്രീർക്കീസ് ബാബ തന്നെ തീരുമാനിച്ചു. സുന്നഹദോസിൻ്റെ ഓരോ നിശ്ചയവും സുറിയാനിയിൽ പരിഭാഷപ്പെടുത്തി പാത്രീർക്കീസിനെ വായിച്ച് കേൾപ്പിച്ച് അംഗീകാരം വാങ്ങിയാണ് മുൻപോട്ട് പോയത്. പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനി സെമിനാരി കേസിൽ കോടതിയിൽ ഹാജരായി മൊഴി കൊടുത്തപ്പോഴൊക്കെ പറയുന്നത്, പാത്രീർക്കീസിൻ്റെ താല്പര്യാർത്ഥം യുക്തമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തിയായിരിക്കണം നിശ്ചയങ്ങൾ അംഗീകാരം ലഭിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പാത്രീർക്കീസിനെ അംഗീകരിക്കുന്ന ഉടമ്പടികൾ, രജിസ്റ്റേർഡ് ഉടമ്പടികൾ എഴുതി കൊടുക്കണമെന്ന് ഇടവകളോട് ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിപക്ഷ ഇടവകളും അത് ചെയ്യാൻ തയ്യാറായില്ല. പാത്രീർക്കീസ് ഉദ്ദേശിച്ച രീതിയിൽ ഈ മലങ്കര സഭയെ പൂർണ്ണമായും ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, ഈ ഒരു പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് തിരുമേനിയും ഇങ്ങനെ പൂർണ്ണമായും പാത്രീർക്കീസിൻ്റെ അധികാരത്തെ സ്ഥാപിക്കുന്നതിന്, അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് ഈ സഭയെ മുഴുവനും കൊണ്ടുവരുന്നതിന്, മാനേജിംഗ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഡയറക്റ്റായിട്ട് പാത്രീർക്കീസുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നതിന്, അതിനൊക്കെ പുലിക്കോട്ട് തിരുമേനി വിഘാതമായി നിൽക്കുന്നതെന്ന് കണ്ടു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി സുന്നഹദോസിന് ശേഷം, വളരെ വ്യക്തമായി ഓർത്തിരിക്കണം, മുളന്തുരുത്തി സുന്നഹദോസിന് ശേഷം പാത്രീർക്കീസ് ബാബ സ്വീകരിച്ച കൈക്കൊണ്ട ഒരു നടപടിയാണ് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കുക എന്നുള്ളതും ഓരോന്നിനും പ്രത്യേകം മെത്രാപ്പൊലിത്തന്മാരെ, ദിവന്നാസ്യോസ് മെത്രാപ്പൊലിത്ത ഉണ്ട്, അതിൻ്റെ കൂടെ 6 മെത്രാപ്പൊലിത്തന്മാരെ കൂടെ എക്സ്ട്രാ വാഴിച്ചിട്ട് ആ മെത്രാപ്പൊലിത്താരിൽ നിന്നും രജിസ്റ്റേർഡ് ഉടമ്പടി എഴുതി വാങ്ങിച്ച് ഭദ്രാസനത്തിൽ മുളന്തുരുത്തി സുന്നഹദോസ് മൂലം ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പാത്രീർക്കീസ് കൈക്കൊണ്ട, പിന്നെ അതേ ഇവിടെ താമസിക്കുക. 1876 ജൂണിലാണ് മുളന്തുരുത്തി സുന്നഹദോസ്. അതിനുശേഷം 5-6 മാസം 1876 ഡിസംബർ വരെ അദ്ദേഹം ഇവിടെ താമസിച്ച് ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. 5-6 മാസം ഇവിടെ താമസിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ പാത്രീർക്കീസ് ഏകപക്ഷമായി കൈക്കൊണ്ട ഒരു തീരുമാനമാണ്, മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ ശേഷം പാത്രീർക്കീസ് ഏകപക്ഷീയമായി കൈക്കൊണ്ട ഒരു തീരുമാനമാണ് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മലങ്കര സഭ 7 ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കുന്നതിൻ്റെ 150-ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ 150-ാം വർഷമാകുന്ന അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ഒക്കെ ഉള്ളൂ. 1877 വാസ്തവം പറഞ്ഞ ശരിയായിട്ടുള്ള ഭദ്രാസന രൂപവൽക്കരണവും അതിന് തക്കവണ്ണമുള്ള സ്ഥാത്തിക്കോനും കൽപ്പനയും ഒക്കെ ഉണ്ടാവുന്നു. ഒരാലോചനയും കൂടാതെ പാത്രീർക്കീസ് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം തിന്നിരുന്ന ആളുകളോടൊപ്പം കൂടി ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ പുലിക്കോട്ടിൽ ദിവന്നാസ്യോസിന് അതിനകത്ത് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ ശേഷം വരുന്നതായ സംഭവങ്ങളിലൊക്കെ അദ്ദേഹം അതൃപ്തനായിരുന്നു. മലങ്കര സഭയിൽ മലങ്കര മെത്രാപ്പൊലീത്തായുടെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട സഭയെ അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ 7 പാത്രീർക്കീസ് വിഭജിച്ചു. പുതുതായി 6 മെത്രാന്മാരെ കൂടി വാഴിച്ചു. ദിവന്നാസ്യോസ് ഉൾപ്പെടെ ഓരോരുത്തരെയും ഓരോ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തന്മാരായി നിയമിച്ചുകൊണ്ട് പരിശുദ്ധ പാത്രീർക്കീസ് ബാവ കൽപ്പന നൽകുകയും ചെയ്തു. മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ നിശ്ചയപ്രകാരമാണ് പുതിയ ഭദ്രാസന രൂപവൽക്കരണവും മെത്രാൻ വാഴ്ചയും നടന്നതെന്ന് സുന്നഹദോസ് നടപടികളുടെയും തീരുമാനങ്ങളുടെയും വെളിച്ചത്തിൽ പറയുവാൻ സാധിക്കില്ല. പല അവസരങ്ങളിൽ നമുക്കൊരു ധാരണയുണ്ട്, മുളന്തുരുത്തി സുന്നഹദോസിന് ശേഷമാണ്, അല്ലെങ്കിൽ മുളന്തുരുത്തി സുന്നഹദോസിലെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ ഭദ്രാസനങ്ങൾ വിഭജിച്ചതെന്നൊക്കെ. പുതിയ മെത്രാന്മാരിൽ ആരുടെയും വാഴ്ചയിൽ, പുതുതായിട്ട് 6 മെത്രാന്മാരെ വാഴിച്ചു, ആരുടെയും വാഴ്ചയിൽ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർ ദിവന്നാസ്യോസിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ആയിരുന്നു മെത്രാൻ വാഴ്ച നടത്തിയതെന്ന് പറയാൻ സാധിക്കില്ല. അറിഞ്ഞു കാണണം, പക്ഷേ സമ്മതമില്ലായിരുന്നു. 3 പ്രാവശ്യമായിട്ടാണ് 6 മെത്രാന്മാരെ വാഴിക്കുന്നത്.
1876 ഡിസംബർ 3 അപ്പോൾ 1876 ജൂണിലാണ് സുന്നഹദോസ് നടക്കുന്നത്. അതും കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ 1876 ഡിസംബർ 3 വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി കോനാട്ട് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തായെയും കൊല്ലം ഭദ്രാസനത്തിന് വേണ്ടി കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലിത്തായെയും വാഴിച്ചു. അങ്ങനെ തുമ്പമൺ കൊല്ലം ഭദ്രാസനങ്ങൾ വരുന്നു. ഡിസംബർ 10 വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് തന്നെ അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി അമ്പാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലിത്തായെയും നിരണം ഭദ്രാസനത്തിന് വേണ്ടി ചാത്തുരത്തിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തായെയും പരിമള തിരുമേനിയെ വാഴിച്ചു. ഈ മെത്രാൻ വാഴ്ചകൾ നടന്നപ്പോൾ, അതായത് 2 പേരെ 4 പേരെ വാഴിച്ചല്ലോ, ആ വാഴ്ച അവസരത്തിൽ മലങ്കരയിൽ വ്യാപകമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു. ദിവനാസിയോസ് മെത്രാപ്പൊലിത്തായെ ശക്തമായി എതിർത്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് വെളിയനാട് പള്ളിയിൽ ഒരു സുന്നഹദോസ് കൂടി. ആ വെളിയനാട് സുന്നഹദോസ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സംബന്ധിക്കുന്നുണ്ട്. മലങ്കരയിലെ നവീകരണത്തിൻ്റെ മുന്നേറ്റത്തെ തടയുക എന്നുള്ള ഉദ്ദേശമൊക്കെ ആയിരുന്നു വെളിയനാട് സുന്നഹദോസിലുണ്ടായിരുന്നത്. ആ സുന്നഹദോസിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സംബന്ധിക്കുന്നുണ്ട്. അവിടെ വെച്ച് സുന്നഹദോസ് പറയുന്നുണ്ട്, ഇനിയും മെത്രാന്മാരെ കൂടുതലായി മലങ്കരയിൽ വാഴിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പാത്രിയർക്കീസ് അതിന് വഴിപ്പെടുന്നില്ല. ആ സുന്നഹദോസ് കഴിഞ്ഞിട്ട് 1877 ജനുവരിയിലാണ് അങ്ങനെ ഒരു സുന്നഹദോസ് കൂടുന്നത്. 1877 മെയ് മാസം 17 കുന്നംകുളം ചെറുളയം പള്ളിയിൽ വെച്ച് കൊച്ചി ഭദ്രാസനത്തിന് വേണ്ടി കാരോട്ട് വീട്ടിൽ ശീമോൻ മാർ ദിവന്നാസിയോസിനെയും കണ്ടനാട് ഭദ്രാസനത്തിന് വേണ്ടി മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തായെയും വാഴിച്ചു. ഈ 6 മെത്രാന്മാരിൽ നിന്നും അവർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് പാത്രിയർക്കീസിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചു കൊള്ളാമെന്ന് പറയുന്നതായ രജിസ്റ്റേർഡ് ഉടമ്പടി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ എഴുതി വാങ്ങിച്ചു. പാത്രിയർക്കീസിൻ്റെ കൽപ്പനയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോവുകയില്ല എന്നും യാതൊരു വ്യത്യാസവും അതിന് വരുത്തുകയില്ല എന്നും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് പോകുന്നതാണെന്നും എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി, ഈ ഉടമ്പടിക്ക് വിപരീതമായി എന്തെങ്കിലും ചെയ്താൽ തിരുമനസ്സിന് എന്നെ മുടക്കാൻ അധികാരമുണ്ട് എന്നും ഒക്കെ പറയുന്നതായ തീരുമാനങ്ങൾ അതിനകത്തുനിന്ന് എടുത്തു. കൊല്ലം, തുമ്പമൺ, നിരണം, കോട്ടയം, കണ്ടനാട്, കൊച്ചി, അങ്കമാലി, ഇങ്ങനെ 7 ഭദ്രാസനങ്ങളായിട്ടാണ്. അതിന് 7 ഭദ്രാസനത്തിനും വേണ്ടിയും മെത്രാന്മാരെ വാഴിച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പാണ് 1877 മെയ് മാസം അവസാനമാണ് കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ദിവന്നാസിയോസ് മെത്രാപ്പൊലിത്തായ്ക്ക് നൽകി. ഈ മെത്രാപ്പൊലിത്തന്മാരെല്ലാം നേരിട്ട് പാത്രിയർക്കീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. എല്ലാ മെത്രാപ്പൊലിത്തന്മാരും ദിവന്നാസിയോസ് മെത്രാപ്പൊലിത്തായെ അനുസരിക്കുന്നുണ്ട്. അവരെല്ലാവരും മാർ ദിവന്നാസിയോസിൻ്റെ അസിസ്റ്റന്റന്മാർ എന്ന രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് പരിശുദ്ധ പരിമള തിരുമേനി സെമിനാരി കേസിൽ ഹാജരായി കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്നെ വാഴിക്കുന്നതിന് മുമ്പ് നിരണം ഇടവയ്ക്ക് തനിച്ചൊരു മെത്രാൻ ഉണ്ടായിരുന്നതായി അറിവില്ല. മലയാളത്തിൽ ആകമാനം ഒരു മെത്രാനാണ് ഉണ്ടായിരുന്നത്. മലങ്കരയ്ക്കെല്ലാം അധികാരമുള്ള ആ മെത്രാൻ്റെ കീഴിലാണ് എന്നെ വാഴിച്ചത്. മലങ്കരയെ നിരണം ഉൾപ്പെടെ 7 ഇടവകളായി വിഭജിച്ച് ആ 7 ഇടവകകളും അന്നും ഇന്നും മലങ്കരയിൽ ആകമാനമുള്ള അധികാരമുള്ള മെത്രാൻ്റെ കീഴിലാണ്. ഞാനൊരു മെത്രാപ്പൊലിത്തയാണ്, എപ്പിസ്കോപ്പ അല്ല. മലങ്കരയിൽ എല്ലായിടത്തും അധികാരമുള്ള മെത്രാൻ എന്ന് ഞാൻ പറഞ്ഞത് ദിവന്നാസിയോസ് മെത്രാപ്പൊലിത്തയെക്കുറിച്ചാണ്. ഞങ്ങളെ വാഴിച്ച ശേഷം ഞങ്ങളുടെ മേൽ അധികാരം നൽകുന്നതായി അദ്ദേഹത്തിന് സ്ഥാത്തിക്കോൻ കൊടുത്തില്ല. അദ്ദേഹം അസോസിയേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ടും മുമ്പ് കൊടുത്ത സ്ഥാത്തിക്കോൻ ഉള്ളതുകൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞത്. എന്നെ വാഴിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയത്. എല്ലാ ഇടവുകളും പൊതുപ്പെട്ട കാര്യങ്ങൾക്ക് മേലാവി ദിവന്നാസിയോസ് മെത്രാപ്പൊലിത്ത ആണെന്നും പരിശുദ്ധ പരിമള തിരുമേനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ മാത്രം നിൽക്കുന്നില്ല പാത്രിയർക്കീസിൻ്റെ അധികാരം. ഈ ഓരോ ഭദ്രാസനങ്ങൾ കഴിഞ്ഞ് ഭദ്രാസന വിഭജനം നടത്തി ഈ മെത്രാന്മാരിൽ നിന്നെല്ലാം നേരിട്ട് ഉടമ്പടി വാങ്ങിച്ചു. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിർത്തുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്കമാലി, കൊച്ചി, തുമ്പമൺ എന്നീ ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലിത്തന്മാർ കാലം ചെയ്തപ്പോൾ അവർക്ക് പകരം ആളുകളെ പട്ടം കൊടുത്ത് നിയമിക്കുവാനുള്ള അധികാരം പാത്രിയർക്കീസിനുള്ളതെന്നായിരുന്നു പാത്രിയർക്കീസിൻ്റെ അവകാശവാദം. അദ്ദേഹം കടവിൽ അത്താനാസിയോസിന് അയച്ച ഒരു കൽപ്പനയിൽ നിന്ന് അത് വ്യക്തമാണ്. പിന്നെയും മാർ ശിമോൻ ദിവന്നാസിയോസിൻ്റെ ഇടവകയും കൊച്ചി, യൂലിയോസിൻ്റെ ഇടവകയും തുമ്പമൺ വിധവകളായിരിക്കുകയാണല്ലോ. ഓരോ ഇടവകക്കാർ തങ്ങളുടെ മേൽപ്പട്ടക്കാരെ ഉണ്ടാക്കുവാൻ അപേക്ഷിക്കുന്നുവെങ്കിൽ അവർ ആ ആളിനെ തിരഞ്ഞെടുക്കുകയും സർക്കാർ രജിസ്റ്ററോടുകൂടി വരികയും ചെയ്യട്ടെ.
നാം അവർക്ക് പട്ടം കൊടുക്കുമെന്ന് നിങ്ങൾ അവരെ അറിയിപ്പീൻ. മെത്രാൻ സ്ഥാനം പ്രാപിക്കാനുള്ളവർ പാത്രികീസിനെ അംഗീകരിക്കുന്ന രജിസ്റ്റേർഡ് ഉടമ്പടിയുമായി ചെല്ലുവാനാണ് പരിശുദ്ധ പാത്രികീസ് ബാവ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ പാത്രികീസ് ബാവയുടെ മലങ്കര സഭയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ തന്നെ ഭദ്രാസനങ്ങൾ വിഭജനങ്ങൾ ഭാവിയിൽ ഗുണമായി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഭദ്രാസന വിഭജനം നടത്തുവാനായിട്ട് സാധിച്ചു, പാത്രികീസിൻ്റെ അധികാരം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മാനേജിംഗ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ഭരണകാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ മുളന്തുരുത്തി സിനോദോസും അതിനുശേഷമുണ്ടായിരുന്ന അനുബന്ധ സംഭവങ്ങളും കാണിക്കുന്നു. എന്നാൽ ഈ ഭദ്രാസന വിഭജനത്തിൻ്റെ പൂർണ്ണമായ പ്രയോജനം മലങ്കര സഭയ്ക്കുണ്ടാകുന്നത് കാതോലിക്ക വാഴ്ചയോടുകൂടിയാണ്. 1912 ഓരോ വാസ്തവം പറഞ്ഞ ഈ മെത്രാപ്പൊലിത്തന്മാരുടെ ഏകനായക ശക്തി കുറയ്ക്കുവാൻ വേണ്ടിയാണ് പാത്രികീസ് ബാവ ഓരോ ഭദ്രാസനങ്ങളെ ഉണ്ടാക്കുകയും മെത്രാന്മാരെ പുതുതായിട്ട് വാഴിക്കുകയും ചെയ്തതെന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒത്തിരി മെത്രാച്ചന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ് പിന്നീട് പാത്രികീസിൻ്റെ അധികാരം പൂർണ്ണമായി മലങ്കര സഭയെ സ്ഥാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. 1900 വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നു. വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയാലും മുടക്കേക്കാത്ത വേറെ മെത്രാച്ചന്മാർ ഇവിടെയുണ്ട്. അങ്ങനെ ഒന്നാണ് മുറിമറ്റത്തിൽ ഈവാനിയോസിനെ കാതോലിക്കായിട്ട് വാഴിക്കുന്നത്. അപ്പോൾ ഒരു മെത്രാച്ചനെ ഉണ്ടായിരുന്നെങ്കിൽ ആ മെത്രാച്ചനെ മുടക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മലങ്കര സഭ വന്നേനെ. അങ്ങനെ വരുന്നില്ല. അങ്ങനെ വരുന്നതിന് ഈ സ്വയം കൃത അനർത്ഥം എന്ന് തന്നെ പറയത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ മെത്രാന്മാർ കൂടുതലുണ്ടായതുകൊണ്ട് പാത്രികീസിനെ അനുസരിക്കുന്ന ഒരു വിഭാഗം മെത്രാപ്പൊലിത്തന്മാരുണ്ടെങ്കിൽ പാത്രികീസിനെ അനുസരിക്കാത്ത വേറൊരു വിഭാഗവും മെത്രാപ്പൊലിത്തന്മാരുണ്ടാകും. 1912 മലങ്കരയിൽ കാതോലിക്ക സ്ഥാപനമുണ്ടാകുന്നു. ഭദ്രാസന വിഭജനത്തിൻ്റെ പൂർണ്ണമായ പ്രയോജനങ്ങൾ ആ കാതോലിക്ക സ്ഥാപനത്തോടുകൂടി ഉണ്ടാകുന്നു. മുമ്പോട്ടുള്ള മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ സംഭവങ്ങളായിട്ട് ഇതൊക്കെ മാറുകയാണ്. അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. താങ്ക് യു വെരി മച്ച്.